യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഒത്തിരിയേറെ സ്നേഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് ശാലോം പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് യേശു നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. യേശു ദൈവമാണ്, അവിടുന്ന് കർത്താവാണ്, അവിടുന്ന് സർവശക്തനാണ്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് യേശു നമുക്കായിട്ട് വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നാളുകളുണ്ട്, ദുഃഖത്തിൻ്റെയും സഹനങ്ങളുടെയും നാളുകളുണ്ട്. ആനന്ദത്തിൻ്റെയും വലിയ ഉയർച്ചയുടെയും തകർച്ചയുടെയും ഒക്കെ കാലങ്ങളിലൂടെ മനുഷ്യനെ കടന്നു പോകേണ്ടി വരും. മനുഷ്യൻ ജീവിതത്തിൽ കഷ്ടതകളിലും വേദനകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവനാണ്. നമ്മളെല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു. ദൈവം നമ്മളെ നിരന്തരമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ സ്നേഹ വലയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓരോരുത്തരും. ആരെയും ഒരിക്കലും ദൈവം തള്ളിക്കളയത്തില്ല. പാപികളെയും തിന്മ ചെയ്യുന്നവരെയും അകൃത്യങ്ങളെ മുഴുകി ജീവിക്കുന്നവരെയും ദൈവം സ്നേഹിക്കുന്നു. ഒരിക്കലും അവിടുന്ന് തള്ളിക്കളയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും കീഴ്വഴങ്ങിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ ബൈബിളിലെ ജോബ് എന്ന കഥാപാത്രം. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം പറയുന്നു, കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? ജോബിനെ പോലെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തി, ആരെയും ദ്രോഹിക്കാതെ ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു മനുഷ്യൻ. ദൈവം ചോദിക്കുക, ഭൂമുഖത്ത് ഇതുപോലെ ഒരു വ്യക്തിയുണ്ടോ? ദൈവത്തിന് നമ്മെക്കുറിച്ച്
എന്തു പറയാൻ പറ്റും? ഇങ്ങനൊരു വാക്ക് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് പറയാനായിട്ട് പറ്റുമോ? നമ്മളിത് ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. അത്രമാത്രം ദൈവത്തിൻ്റെ പദ്ധതികളോട്, ദൈവഹിതത്തോട് ചേർന്ന് നിന്ന വ്യക്തിയാണ് ജോബ്. ജോബിന് ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവിടെ വചനം പറയുന്നു, നീതിനിഷ്ഠനായ ജോബ് പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. ജോബ് പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. ദൈവം ജോബിന് സമ്പത്ത് നൽകിയിരുന്നു, എല്ലാം കൊടുത്തു. സമ്പത്ത്, ഭാര്യ, ധാരാളം മക്കൾ എല്ലാം നൽകി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ജോബ്. അനുഗ്രഹമെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അനുഗ്രഹത്തിൻ്റെ ഉറവിടം ദൈവമാണ്. എല്ലാ നന്മയുടെയും ഉറവിടം ദൈവമാണ്. ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ സന്തോഷമാണ്, അനുഗ്രഹമാണ്, ഉയർച്ചയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സ് അങ്ങനെയാ. ഒരിക്കലും ഒരു മനുഷ്യനും നശിച്ചു പോകുവാനോ തകർന്നു പോകുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ല. കാരണം ദൈവം നമ്മുടെ പിതാവാണ്. ജോബ് ഉന്നതമായ ഒരു ജീവിത നിലവാരത്തിൽ ജീവിച്ച വ്യക്തിയാണ്. പക്ഷെ ജോബിൻ്റെ ജീവിതത്തിലേക്ക് ശക്തമായ തിരിച്ചടികൾ ഉണ്ടാവുകയാണ്. ജോബിൻ്റെ ജീവിതത്തിൽ ഈ തിരിച്ചടികൾ ഉണ്ടായപ്പോൾ, പരാജയങ്ങളും നഷ്ടങ്ങളും ഉണ്ടായപ്പോൾ ജോബ് എങ്ങനെ പ്രതികരിച്ചു? അതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. സാത്താൻ ജോബിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ശക്തമായ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. ജോബിൻ്റെ സമ്പത്തിൻ്റെ ഉറവിടമായ എല്ലാ മേഖലകളിലും സാത്താൻ കൈവച്ചു. സമ്പത്തൊന്നായിട്ട് നഷ്ടപ്പെട്ടു, മൃഗങ്ങൾ നഷ്ടപ്പെട്ടു. ജോബിൻ്റെ പ്രിയപ്പെട്ട മക്കള് മൂത്ത സഹോദരൻ്റെ വീട്ടിൽ സൽക്കാരവേളയിലായിരിക്കുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റടിച്ച് ആ വീട് വീണ് മക്കളെല്ലാവരും മരിച്ചു. ജോബിൻ്റെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ വന്നു. ജോബിൻ്റെ മക്കളെല്ലാവരും അപകടത്തിൽ മരിച്ചു. ജോബ് എന്ന പിതാവിൻ്റെ ഹൃദയം ഏറ്റുവാങ്ങിയ ദുഃഖം, ജോബിൻ്റെ ഭാര്യ അനുഭവിച്ച സങ്കടം, ആ വേദനകൾ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അപ്പൊ തകർച്ചകളിലൂടെ ജോബിൻ്റെ ജീവിതത്തെ ദൈവം കടത്തിവിടുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാ നന്മകളും ദൈവം നമുക്ക് നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ, തകർച്ചകൾ, ഇതൊക്കെ ദൈവത്തിനറിയാം. ഇവിടെ ജോബിൻ്റെ ജീവിതത്തിൽ ജോബിന് തന്നെ പ്രിയപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ജോബിൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറുകയാണ്. അപ്പോഴും ദൈവത്തെ പഴിക്കാതെ ജോബ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാം ദൈവം ദാനമായിട്ട് തന്നു. ദൈവം തന്നത് ദൈവം തിരിച്ചെടുത്താലും ഞാൻ ദൈവത്തെ ദുഷിക്കത്തില്ല എന്നുള്ള വലിയ ആത്മീയ കാഴ്ചപ്പാട് നിൽക്കുന്ന ജോബിനെയാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നത്. ഈ സംഭവങ്ങളെല്ലാം വന്നപ്പോൾ ജോബിൻ്റെ ഭാര്യയുടെ മനസ്സു തകർന്നു പോയി. അവള് ജോബിനോട് പറയുന്നുണ്ട്, നമുക്ക് ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് മരിക്കാം. ജോബിൻ്റെ ഭാര്യ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക. ഒരിക്കലും ആ സ്ത്രീയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. മനസ്സും അടുത്തിട്ട ജന്മം നൽകി വളർത്തിയ മക്കളെല്ലാം മരിച്ചു. ഒരമ്മയ്ക്ക്
താങ്ങാവുന്നതിൻ്റെ അപ്പുറം വലിയ ഹൃദയവേദനയിലാണ് ജോബിൻ്റെ ഭാര്യ. ആ പാവ സ്ത്രീ പറഞ്ഞു, നമുക്ക് ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് മരിക്കാം. അത്രമാത്രം മനസ്സു തകർന്ന്, ഹൃദയം തകർന്ന ജോബിൻ്റെ ഭാര്യ. ജോബിനെ ഒന്ന് നോക്കിക്കേ, ആ മനുഷ്യന്റെ ഹൃദയം നിറയെ സങ്കടമാ. മക്കളുടെ മരണം, ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു, ശരീരം രോഗഗ്രസ്തമായി, അങ്ങനെ എല്ലാം തകർന്ന ഒരു മനുഷ്യൻ. 2 തിമോത്തി 3-ാം 12-ാമത്തെ വചനം പറയുന്നു, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ, ദൈവവുമായിട്ട് കൂടുതൽ ഐക്യപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകാം, സഹനമുണ്ടാവാം, വേദന ഉണ്ടാവാം. അപ്പോഴും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ജീവിതത്തിൽ എന്തും സംഭവിച്ചോട്ടെ, പക്ഷെ എൻ്റെ ദൈവത്തെ ഞാൻ തള്ളിപ്പറയില്ല, ദൈവത്തിനെതിരെ ഞാൻ പിറുപിറുക്കയില്ല, എൻ്റെ ദൈവത്തെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. എനിക്ക് എല്ലാറ്റിലും വലുത് എൻ്റെ ദൈവമാണ്, എൻ്റെ യേശുവാണ്. ഈ ഒരു വലിയ വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് നമുക്കുണ്ടാവേണ്ടത്. ജോബ് ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചു, ദൈവത്തെ ദുഷിച്ചില്ല, ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല, ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ നന്മകളെല്ലാം ദൈവം നമുക്ക് തന്നതാണ്. ഈ നന്മകളെല്ലാം ദൈവം തിരിച്ചെടുത്താലും എൻ്റെ ദൈവത്തെ ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്ന് പറയുന്ന ജോബിൻ്റെ ആ ദൈവസ്നേഹം നമ്മൾ ഇവിടെ കാണുകയാണ്. ഓരോ ക്രൈസ്തവനും ഇപ്രകാരം ഒരു മനസ്സിൻ്റെ ആവശ്യകതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാവും, വേദന ഉണ്ടാവും, രോഗമുണ്ടാവും, പരാജയമുണ്ടാവും. ഇതൊക്കെ സംഭവിക്കും. മനുഷ്യ ജീവിതമാണോ ഇതൊക്കെ ഉണ്ട്. ഈ ലോകത്തിൽ നന്മ ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കും ഇത് സംഭവിക്കുന്നുണ്ട്. ഈ അടുത്ത നാളിൽ ധ്യാനത്തിന് വന്ന ഒരു അപ്പനും അമ്മയും, അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു ആൺതരി, ഒരേ ഒരു മകൻ, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല അറിവുണ്ട്. 10-30 വയസ്സ് അടുത്തുള്ള ആ മകന് വിവാഹാലോചനയൊക്കെ തുടങ്ങി. ഒരു ദിവസം ഇതാ ബൈക്ക് അപകടത്തിൽ ഒരേ ഒരു മകനുണ്ടായിരുന്നത് മരിച്ചു. ആ മാതാപിതാക്കള് ഹൃദയം പൊട്ടി കരയുക. ഒരേ ഒരു മകൻ്റെ മരണം അവരുടെ ജീവിതത്തെ ഒത്തിരിയേറെ തകർത്തു കളഞ്ഞു. അവരുടെ മനസ്സിനെ ഒത്തിരിയേറെ അത് വേദനയായിട്ട് മാറുകയാണ്. ഇനി ഒരു കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ ഉള്ള സാധ്യതകൾ അവർക്കില്ലതാണ്. അങ്ങനെ ജീവിതത്തിൽ മക്കൾ നഷ്ടപ്പെട്ട ദുഃഖം, അല്ലെ മകൻ നഷ്ടപ്പെട്ട ദുഃഖം, ആ ദുഃഖവും പേറി ജീവിതത്തിൻ്റെ വരുന്നാളുകൾ മുഴുവൻ സഹിക്കേണ്ടി വരിക അവരുടെ ജീവിതാനുഭവത. ഇതുപോലെ എത്രയോ ജീവിതങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം മലബാറിൽ നടന്ന ഒരു കൺവെൻഷനിൽ അവിടെ ഒത്തിരി രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഞാൻ ഓർക്കാണ്, ഒരു കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഒരു മകൻ അസ്ഥിപഞ്ചരമാണ്, കിടക്കുന്നു. ഒരു 10-25 വയസ്സ് പ്രായമേ ഉള്ളൂ. അമ്മയും അപ്പനും ഒക്കെ അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, മോൻ എന്ത് പറ്റിയതാ? ഒരേ ഒരു മകൻ ബൈക്ക് അപകടത്തിൽ തല ചിതറി, ഒരു ബോധവുമില്ല, കിടന്ന കിടപ്പിൽ കിടക്കുക വർഷങ്ങളായി. അസ്ഥിപഞ്ചരം മാത്രം, ഒരു ചലനം മാത്രമേ ഉള്ളൂ, ഒരു ജീവന്റെ തുടിപ്പ് മാത്രം. ആഹാരമൊക്കെ ട്യൂബിലൂടെ കൊടുക്കുന്നു, സംസാരിക്കത്തില്ല, ബോധമില്ല. ഒരേ ഒരു മകൻ ഈ അവസ്ഥയിൽ കിടക്കുക. അവരുടെ ജീവിതത്തിലേക്ക് വലിയൊരു സഹനം, പലപ്പോഴും ചിലരെങ്കിലുമൊക്കെ സഹനം സ്വയം ചോദിച്ചു മേടിക്കുന്നവരാ. ബൈക്കിൽ യാത്ര ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാരാ ഹെൽമെറ്റ് വയ്ക്കാതെ അശ്രദ്ധമായിട്ടൊക്കെ വണ്ടി ഓടിക്കുന്നു, അപകടങ്ങളിൽ പെടുന്നു. ജീവിതം മുഴുവൻ പിന്നീട് ശരീരമൊക്കെ തളർന്നു കിടക്കുന്ന എത്രയോ ചെറുപ്പക്കാര് നമ്മുടെ സമൂഹത്തിലുണ്ട്.
അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ രോഗമുണ്ടാകും, സഹനമുണ്ടാകും, കടബാധ്യത ഉണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. പക്ഷേ ഇതിനെ നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ നേരിടുന്നു, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നിൽക്കുന്നത്. എന്തു വന്നാലും ദൈവത്തെ തള്ളിപ്പറയാത്തൊരു മനസ്സ്, എന്തു വന്നാലും ദൈവത്തെ ദുഷിക്കാത്ത ഒരു മനസ്സ്. എൻ്റെ ദൈവമറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല, എൻ്റെ യേശുവിനെ ഞാൻ തള്ളിപ്പറയില്ല, എൻ്റെ യേശുവിൻ്റെ കൂടെ ഞാൻ നടക്കും. ഇതായിരിക്കണം നമ്മുടെ തീരുമാനം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ജോബിൻ്റെ ജീവിതത്തിൽ ജോബിൻ്റെ അടുത്ത സ്നേഹിതന്മാരൊക്കെ ജോബിനെ ദുഷിക്കുകയാണ്. അവർ വിധി എഴുതി ജോബ് പാപങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യനായതുകൊണ്ടാണ് ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു പോയത്. എല്ലാവരും ജോബിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ജോബിനെ ഒത്തിരിയേറെ മാനസികമായിട്ട് സുഹൃത്തുക്കളൊക്കെ വേദനിപ്പിച്ചതായിട്ടാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ എല്ലാവരാലും ഒറ്റപ്പെട്ടു പോയ ജോബ്, ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെയും തിരസ്കരണത്തിൻ്റെയും മുറിവുകൾ ഏറ്റുവാങ്ങുന്നവരാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 11-ാം വചനം പറയുന്നു, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിരുന്നു. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അത് നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത സ്വർഗത്തിലേക്കായിരിക്കണം. സ്വർഗത്തിലെ പ്രതിഫലമാണ് നമുക്ക് വലുത്. മറ്റുള്ളവർ നിന്നെ പീഡിപ്പിക്കും, അപമാനിക്കും, ഇല്ലാത്ത കാര്യങ്ങൾ പറയും, നിന്നെ മാനസികമായി ഞെരുക്കും, ഒരുപക്ഷെ ശാരീരികമായി പീഡിപ്പിക്കാം. ഇതൊക്കെ സംഭവിക്കാം. അപമാനിക്കപ്പെടാം, അവഹേളിക്കപ്പെടാം, എന്തും സംഭവിച്ചോട്ടെ. നീ നിശബ്ദനായിട്ട് സഹിക്കുമ്പോൾ നിന്റെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും. നമ്മുടെ ചിന്ത സ്വർഗത്തെക്കുറിച്ചായിരിക്കണം. സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന ആ പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലെ സഹനങ്ങളും പീഡനങ്ങളും നഷ്ടങ്ങളൊക്കെ വളരെ വളരെ ചെറുതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. എന്ത് നഷ്ടപ്പെട്ടാലും, എന്തൊക്കെ ഉയർച്ചയും നേട്ടങ്ങളുണ്ടായാലും യേശുവിന് നന്ദി പറയാനായിട്ട് നമുക്ക് കഴിയണം. യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലി നമുക്കുണ്ടാവണം. യേശുവിൻ്റെ കൂടെ, യേശുവിനോടൊപ്പം എന്നുമായിരിക്കാൻ, അവൻ്റെ കൂടെ നടക്കുവാൻ നമുക്ക് കഴിയട്ടെ. ജോബിനെ സ്നേഹിതരെല്ലാം ദുഷിച്ചു, ഒറ്റപ്പെടുത്തി. അവിടെയും ജോബ് ഹൃദയത്തിൽ ഒത്തിരിയേറെ സങ്കടം അനുഭവിച്ചു. അങ്ങനെ ജോബിൻ്റെ ജീവിതത്തിൽ എല്ലാവരിൽ നിന്നും മുറിവുകൾ മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ മുറിവുകളിലൂടെ, ഒറ്റപ്പെടലിലൂടെ കടന്നുപോയ ജോബിൻ്റെ ഹൃദയത്തിൽ എന്നും നീറുന്ന ഓർമ്മകളായിരുന്നു. പ്രത്യേകിച്ച് തൻ്റെ മക്കളുടെ മരണം ജോബിൻ്റെ ഹൃദയത്തിലെ നീറുന്ന ഏറ്റവും വലിയ വേദനയായിരുന്നു. ഒരു പിതാവെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു തൻ്റെ ശരീരത്തിലെ വ്രണങ്ങൾ ഉണ്ട്, പക്ഷേ ശരീരത്തിലെ വ്രണങ്ങളെക്കാൾ നീറ്റൽ ജോബിൻ്റെ ഹൃദയത്തിൻ്റെ നീറ്റലായിരുന്നു. തൻ്റെ പൊന്നോമന മക്കൾ എല്ലാവരും മരിച്ച ആ ദുഃഖത്തിൻ്റെ വേദനയിലാണ് ജോബ് നീറിക്കഴിഞ്ഞത്. എന്നിട്ടും ജോബ് ദൈവത്തെ ദുഷിച്ചില്ല, ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ആണ് ജോബ് ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച വ്യക്തിയാ, ദൈവം കൊടുത്ത സകല നന്മകളും അനുഭവിച്ച വ്യക്തിയാ. ജോബ് തൻ്റെ ദൈവത്തെ, പിതാവിനെ ഒരിക്കലും ദുഷിച്ചില്ല, പഴി പറഞ്ഞില്ല. ദൈവത്തിനെതിരെ മുറിവീർപ്പ് പോലും ഇല്ലാതെ
ശാന്തമായിട്ട് ദൈവത്തിനു മുമ്പിൽ സഹിച്ചിരുന്ന ജോബ്. ജോബിന്റെ പുസ്തകത്തില് 42:5 അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ഉണ്ടോ? സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ വെന്തു തീർന്ന അനുഭവത്തിലൂടെ കടന്നുപോയ ജോബ് ദൈവത്തെ അനുഭവിച്ചു, ദൈവത്തെ കണ്ടുമുട്ടി. ജോബ് പറയുക, ഞാൻ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടുമുട്ടി. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങള്, പരാജയങ്ങള്, തകർച്ചകള് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങളാണ്. സങ്കീർത്തകൻ പറയുന്നു, ദുരിതങ്ങളെല്ലാം എനിക്ക് ഉപകാരമായി, അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടി, ദൈവത്തിൻ്റെ ചട്ടങ്ങളെല്ലാം ഞാൻ പഠിച്ചു. അപ്പൊ ദുരിതങ്ങള്, തകർച്ചകള് എൻ്റെ ജീവിതത്തിൽ ദൈവം നന്മയായിട്ട് മാറ്റുകയാ, ഉയർച്ചയായിട്ട് മാറ്റുകയാ. ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ് പിറന്നു വീണാൽ ഉടനെ എണീറ്റ് ഓടി നടക്കുന്നില്ല, അതിന് സമയമെടുക്കും. ആ കുട്ടി കമന്ന് വലിയും, കമന്ന് വീഴും, എഴുന്നേറ്റിരിക്കും, പെടന്ന് വീഴും, പിച്ചപ്പിച്ചു നടക്കുമ്പോൾ തട്ടി വീഴും. അങ്ങനെയൊക്കെ വീണും മുട്ടിയും തട്ടിയും ഒക്കെയാണ് ഈ കുഞ്ഞ് നന്നായിട്ട് നടക്കാൻ പഠിക്കുന്നത്. ഇതുപോലെ തന്നെയാ മനുഷ്യജീവിതവും. മനുഷ്യജീവിതത്തിൽ പരാജയങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാവും. ആനന്ദത്തിൻ്റെ ദിവസങ്ങളുണ്ടാവാം, കണ്ണുനീരിൻ്റെ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. പക്ഷെ ഒരിക്കലും ദൈവം നമ്മളെ വിട്ടിട്ട് പോകത്തില്ല. നമ്മുടെ കൂടെ നടക്കുന്നവനാ, നമ്മുടെ കൂടെ വസിക്കുന്നവനാണ് ദൈവം. ജോബിന്റെ പുസ്തകത്തില് 42-ാം അധ്യായത്തില് 2-ാമത്തെ വചനം, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങേക്കെല്ലാം സാധിക്കുമെന്ന് ഞാൻ അറിയുന്നു. തകർന്നു തരിപ്പണമായ എൻ്റെ ജീവിതത്തെ പടുത്തുയർത്തി ഉയരങ്ങളിൽ എത്തിക്കുവാൻ എൻ്റെ ദൈവത്തിനാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തകർന്നുപോയ നിന്റെ കുടുംബത്തെ കർത്താവ് പുനരുദ്ധരിക്കാൻ പോകുക. നിന്റെ മക്കൾ ഒരുപക്ഷെ വഴിതെറ്റിപ്പോയി, അവരെ നേർവഴിക്ക് നടത്തുവാനായിട്ട് നിന്റെ ദൈവത്തിന് സാധിക്കും. നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്കെല്ലാം കർത്താവ് ഉത്തരം നൽകും. എൻ്റെ ദൈവത്തിന് എല്ലാം സാധിക്കും. അവിടുത്തേക്ക് കഴിയാത്തതായി ഒന്നുമില്ല. അവിടുത്തെ ഉദ്ദേശം തടയുവാനായിട്ട് ആർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും വിജയമാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. സങ്കീർത്തനം 125:2 പർവ്വതങ്ങൾ ജെറൂസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ ദൈവമായ കർത്താവ് ഇന്നും എന്നേക്കും നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നു. എന്നും നിങ്ങളെ വലയം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹം കഷ്ടതയിലും വേദനയിലും ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം നിങ്ങളെ വലയം ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹവലയത്തിൻ്റെ ഉള്ളിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. കഷ്ടതകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. റോമ 8:18 വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു കൊടുത്തു, ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. വീണ്ടും 10ഓളം മക്കളെ കൊടുത്തു എന്നാണ് വചനം പറയുന്നത്. ജോബിൻ്റെ പുസ്തകത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. സമ്പത്ത് തിരിച്ചു കൊടുത്തു, എല്ലാം തിരിച്ചു കൊടുത്ത ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുക. നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി 4 ഇരട്ടിയായി
ദൈവത്തിന് നമുക്ക് തിരിച്ചു തരാനായിട്ട് സാധിക്കും. ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാം. യേശുവിനെ ആശ്രയിച്ചവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. നിനക്ക് ഒരിക്കലും ലജ്ജിക്കാൻ ഇടവരത്തില്ല. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മോളുടെ പേരെന്താ? ഏഞ്ചൽ. ഏഞ്ചൽ. ചേച്ചിയുടെ പേരെന്താ? മേജോ. മേജോ. ഞങ്ങൾ ഇരിഞ്ഞാലക്കുട മുരിയാടുന്നു. എവിടെ ധ്യാനം കൂടിയത്? കഴിഞ്ഞ മാസം മോളെയായിട്ട് ഇവിടെ ധ്യാനം കൂടിയതാ. ആർക്കാ സൗഖ്യം കിട്ടിയത്? മോൾക്ക്. മോളുടെ പേര് ഏഞ്ചൽ മരിയ. ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. മോൾക്ക് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ബാക്ക് പെയിൻ ആയിരുന്നു. അവൾക്ക് ഇരിക്കാനോ അധികം നടക്കാനോ മുകളിലേക്ക് കയറാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൾ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരം ഇരിക്കാനേ അവൾക്ക് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇരിക്കാൻ പറ്റില്ല. മേല് മുഴുവനും വേദനയും നീരുമൊക്കെ ആയിരുന്നു. സ്കൂളിൽ ഒരു ദിവസം പോയാൽ 2 ദിവസം പോയില്ല, അല്ലെങ്കിൽ ആഴ്ചയിൽ മുഴുവനും പോയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ യോഗ നന്നായി ചെയ്യുമായിരുന്നു അവൾ. യോഗ, ഡാൻസ്, ഇതൊക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്ക് വേദന വന്നത്. അപ്പോൾ ഞങ്ങൾ കരുതി ഡാൻസിൻ്റെ യോഗയുടെയൊക്കെയോ എന്തെങ്കിലും പെയിൻ ആയിരിക്കും എന്ന് കരുതി ഞങ്ങൾ ഇരുന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞിട്ടും വേദന മാറാതായപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഓർത്തോ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും ഇങ്ങനെ എല്ലാ കുട്ടികളും ഇപ്പോൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. കാൽസ്യത്തിൻ്റെ ഗുളികകൾ എഴുതി, എന്നിട്ട് ഒരു എക്സ്റേ എഴുതി തന്നു. കുറവില്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് തന്നെ എക്സ്റേ എടുത്ത് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ മോൾക്ക് ഈ ഇടത് ഭാഗത്തായിട്ട് ഒരു എല്ല് വളർന്ന് പൂർണ്ണമാവാത്തത് കൊണ്ട് ആയിട്ടുമില്ല, അതിങ്ങനെ വളഞ്ഞിരിക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് അവിടെ ഒരു ഹോളും കൂടിയായിരുന്നു. നിങ്ങൾക്ക് ഈ എക്സ്റേ ആണ് ആദ്യത്തെ എക്സ്റേ. ആ എക്സ്റേയുടെ ഈ ഭാഗത്തായിട്ടൊരു ഹോള് പോലെ നമ്മൾക്ക് കാണാം. അവിടെ അസ്ഥികൾ വളർന്നു വന്നിട്ടില്ലായിരുന്നു. അസ്ഥികൾ അവിടെ ഇല്ലായിരുന്നു. അതായത് കൊച്ചിൻ്റെ നട്ടെല്ലിൻ്റെ വേദനയുടെ പ്രധാനപ്പെട്ട കാരണം. ജന്മന ആ ഭാഗത്ത്, നട്ടലിൻ്റെ ആ ഭാഗത്ത് എല്ലുകളിലായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് കഴിഞ്ഞ മാസം ധ്യാനം കൂടി. പിന്നീട് പോയി എടുത്ത എക്സ്റേ ആണ്. ഈ എക്സ്റേയിൽ ഒരു കംപ്ലൈൻറ്റുമില്ല, അവിടെ അസ്ഥികൾ ഉണ്ട്. അത്ഭുതകരമായ ഒരു സൗഖ്യമാണ് ഈ കുഞ്ഞിന് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ എന്താ പറഞ്ഞത് ഇതേക്കുറിച്ച്? ഈ എക്സ്റേ കണ്ടിട്ട് എന്താ പറഞ്ഞത്? കഴിഞ്ഞ മാസം ധ്യാനത്തിന് വന്ന ബ്രദർ മോളെ തൊട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ബ്രദർ അപ്പം തന്നെ പറഞ്ഞു മോളുടെ വേദനയൊക്കെ മാറി. ഈ എല്ല് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രദറിന് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ബ്രദർമാരെല്ലാവരും കൂടി പ്രാർത്ഥിച്ച് സ്റ്റേജിലിരുന്നിട്ട് അപ്പോൾ തന്നെ പറഞ്ഞു മോള് പോയി സുഖമായിട്ടുണ്ട്, മോള് പോയി സാക്ഷ്യം കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് എക്സ്റേ എടുത്തിട്ട് സാക്ഷ്യം പറയാനായിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പുറത്ത് പോയി സാക്ഷ്യം കൊടുത്തു. മോൾക്ക് അന്ന് മുതൽ ഈ നിമിഷം വരെ വേദനയോ വിഷമോ നീരോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ വരുന്നതിൻ്റെ ആ ഒരാഴ്ച തിങ്കളാഴ്ച മാത്രമാണ് മോള് സ്കൂളിൽ പോയത്. പിന്നെ കംപ്ലീറ്റ് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളൊക്കെ അവൾ കിടക്കായിരുന്നു. മൊത്തം നീരായിരുന്നു. ബാക്കിൽ മുഴുവനും നീരായിരുന്നു. പക്ഷെ മേലും മുഴുവനും നീരായിരുന്നുള്ള കാര്യം ഇവിടെ നിന്ന് പോയതിന് ശേഷം എനിക്ക് മനസ്സിലായത്. ഇവിടെ നിന്ന് പോയി പിറ്റേ ദിവസം തന്നെ അവള് സ്കൂളിൽ പോയിരുന്നതെന്ന് വെച്ചാൽ ഒരു നോട്ട് പുസ്തകവും ചോറും വെള്ളവും മാത്രമായിട്ടാണ് 1 സൈഡ് ബാഗ് ഇട്ടാണ് അവൾ സ്കൂളിൽ പോയിരുന്നത്. കാരണം വെയിറ്റ് എടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ വ്യാഴാഴ്ച ധ്യാനം കഴിഞ്ഞ് പോയി വെള്ളിയാഴ്ച മുതൽ ഫുൾ ബാഗായിട്ടാണ് അവൾ സ്കൂളിൽ പോയത്. കംപ്ലീറ്റ് ടെക്സ്റ്റ് പുസ്തകവും എല്ലാം കൂടിയായിട്ടാണ് അവൾ സ്കൂളിൽ പോയത്. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതായത് ആ ധ്യാനത്തിൽ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ മോളെ? മോളുടെ പേരെന്താ? ഏഞ്ചൽ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. ഇപ്പം നട്ടലിൻ്റെ ഈ ഭാഗത്ത് എവിടെയും വേദന വല്ലതും ഉണ്ടോ? ഇല്ല, ഒരു വേദനയില്ല. ഇവിടെ ജന്മന ഇല്ലാതിരുന്ന നട്ടലിൻ്റെ ഈ ഭാഗത്തെ അസ്ഥി കർത്താവ് അന്ന് സൃഷ്ടിച്ചു. അതിനുശേഷം അവൾക്ക് വേദന ഇല്ല, പൂർണ്ണ സൗഖ്യമാണ്. ശരിയല്ലേ? ആരാ ഈ സൗഖ്യം തന്നത്? യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.